നമസ്കാരം. കോട്ടയം നഴ്സിംഗ് കോളേജിലെ റാഗിംഗ് വിഷയത്തിൽ ഗവർണറും ഇടപെട്ടിരിക്കുന്നു. ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ആവശ്യപ്പെട്ടതനുസരിച്ച് കളക്ടർ ഇന്നലെ തന്നെ വിശദമായ റിപ്പോർട്ട് നൽകി. അതേസമയം അറസ്റ്റിലായ 5 പ്രതികളിൽ 20 വയസ്സിന് താഴെ പ്രായമുള്ള 3 പേരെ കൊച്ചി കാക്കനാട്ടെ ജില്ലാ ജയിലിനോടനുബന്ധിച്ചുള്ള ബോസ്റ്റൽ സ്കൂളിലേക്ക് ഇന്ന് മാറ്റും. മറ്റ് 2 പേരെ കോട്ടയം സബ് ജയിലിൽ പാർപ്പിക്കും. സീനിയർ വിദ്യാർത്ഥികളിൽ കേസിൽപ്പെടാത്ത 2 പേരുടെ മൊഴി കൂടി പോലീസ് രേഖപ്പെടുത്തും. ഹോസ്റ്റലിന് വെളിയിൽ റാഗിംഗ് നടന്നിട്ടുണ്ടോ എന്നറിയാൻ പെൺകുട്ടികളുടെ മൊഴിയും രേഖപ്പെടുത്താൻ ആലോചിക്കുന്നുണ്ട്. കേസിലെ തൊണ്ടി മുതൽ കണ്ടെത്തിയിട്ടുമുണ്ട്. വിദ്യാർത്ഥിയെ റാഗ് ചെയ്യാൻ ഉപയോഗിച്ച കോമ്പസും ഡമ്പലുമാണ് കണ്ടെത്തിയത്. റാഗിങ്ങുമായി ബന്ധപ്പെട്ട് പ്രിൻസിപ്പാളിനെയും അസിസ്റ്റന്റ് പ്രൊഫസറെയും സസ്പെൻഡ് ചെയ്തു. കോട്ടയം സർക്കാർ നഴ്സിംഗ് കോളേജ് ഹോസ്റ്റലിൽ നടന്ന അതിക്രൂരമായ റാഗിങ്ങിലാണ് ഈ നടപടി. പ്രിൻസിപ്പൽ പ്രൊഫസർ സുലേഖ എ.ടി, അസിസ്റ്റന്റ് വാർഡൻ ചുമതലയുള്ള അസിസ്റ്റന്റ് പ്രൊഫസർ അജീഷ് പി മാണി എന്നിവരെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ നിർദ്ദേശത്തെ തുടർന്ന് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ നടത്തിയ അന്വേഷണത്തെ തുടർന്നാണ് നടപടി. പ്രാഥമിക അന്വേഷണത്തിൽ റാഗിംഗ് തടയുന്നതിലും ഇടപെടുന്നതിലും വീഴ്ച പറ്റിയെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഹൗസ് കീപ്പർ കം സെക്യൂരിറ്റിയെ അടിയന്തരമായി തന്നെ നീക്കം ചെയ്യാനും നിർദ്ദേശം നൽകി. കഴിഞ്ഞ ദിവസം 1ാം വർഷ വിദ്യാർത്ഥികൾ പരാതി നൽകിയതോടുകൂടിയാണ് അതിക്രൂരമായ റാഗിങ്ങിന്റെ വിവരങ്ങൾ പുറം ലോകം അറിയുന്നത്. സംഭവത്തിൽ 5 സീനിയർ വിദ്യാർത്ഥികളാണ് അറസ്റ്റിലായത്. കോട്ടയം മൂന്നിലവ് സ്വദേശി സാമുവൽ, വയനാട് നടവയിൽ സ്വദേശി ജീവ, മലപ്പുറം മഞ്ചേരി സ്വദേശി റിജിൽ ജിത്ത്, മലപ്പുറം വണ്ടൂർ സ്വദേശി രാഹുൽ രാജ, കോട്ടയം കോരത്തോട് സ്വദേശി വിവേക് എന്നിവരെയാണ് റിമാൻഡ് ചെയ്തത്. വിദ്യാർത്ഥികളെ കോമ്പസ് കൊണ്ട് കുത്തി പരിക്കേൽപ്പിക്കുന്നതിന്റെയും നിലവിളിക്കുമ്പോൾ വായിൽ ക്രീം തേച്ചു പിടിപ്പിക്കുന്നതിന്റെയും സ്വകാര്യ ഭാഗങ്ങളിൽ ഡംബൽ തൂക്കുന്നതിന്റെയും ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. എന്നാൽ റാഗിങ്ങുമായി ബന്ധപ്പെട്ട് യാതൊന്നും തന്നെ അറിയില്ല എന്നായിരുന്നു കോളേജ് അധികൃതർ നൽകിയ വിശദീകരണം. ഇതേ തുടർന്നാണ് നഴ്സിംഗ് കോളേജ് അധികൃതർക്കെതിരെ ആരോഗ്യവകുപ്പ് നടപടിയെടുത്തത്.